ഭരതനാട്യം ഇന്ന് തിയേറ്ററിൽ റിലീസായ മലയാള സിനിമയാണ്. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത സിനിമയാണ്. സൈജു കുറുപ്പ്, സായികുമാർ, കലാരഞ്ജിനി, ശ്രീജ രവി, സ്വാതിദാസ് പ്രഭു, ശ്രുതി, അഭിരാം രാധാകൃഷ്ണൻ, നമുക്കറിയാവുന്ന സോഹൻ സിനുലാൽ തുടങ്ങി നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇരട്ടകളായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. അതിപ്പോൾ ഒരാളാണോ രണ്ടുപേരാണോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടുപേര് തന്നെ ആവാനാണ് ചാൻസ്. അവരുടെ പേര് എനിക്കറിയില്ല, ക്ഷമിക്കണം. നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്കതിൽ എടുത്തു പറയണമെന്നുള്ളത് സൈജു കുറുപ്പ്, സായികുമാർ, പിന്നെ ഈ ഇരട്ടകളായിട്ട് വന്ന ഇവർ രണ്ടുപേരും. അവരിപ്പോൾ ഇരട്ടകൾ അല്ലെങ്കിൽ ക്ഷമിക്കണം, കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതൊരു എഡിറ്റിംഗ് പോലെ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പം എത്ര VFX ഒരു സിനിമയിൽ എടുത്താൽ പോലും നമുക്കൊരു ഒരാളെ തന്നെ അടുത്തൊരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര പൈസ മുടക്കി ചെയ്താലും. പക്ഷേ ഇതിലങ്ങനെ തോന്നിയില്ല. അതാണ്. പിന്നെ സായികുമാറിൻ്റെ കാര്യം എടുത്തു പറയണം. കുറേ നാളായിട്ട് അദ്ദേഹത്തെ ഒരു നല്ല വേഷത്തിൽ കാണാൻ പറ്റുന്നില്ല. പുള്ളിക്ക് വയ്യ. സായികുമാർ ഇപ്പോൾ പ്രായത്തിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റും. ഈ സിനിമയിൽ വയ്യാത്തൊരു ക്യാരക്ടറാണ്. തുടക്കം കണ്ടപ്പോൾ ഞാൻ ഒരു സ്ഥിരം സാധനം അങ്ങനത്തെ ഒരു ഇതാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളിയുടെ റേഞ്ച് ഈ സിനിമയിൽ പഴയ ഒരു റേഞ്ചിൻ്റെ അതിനൊരു കോമഡി ക്യാരക്ടറാണ്. ആ ഒരു സാധനം ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി പുള്ളിയെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ കുറേ നാളിന് ശേഷം കണ്ടപ്പോൾ. പിന്നെ ഈ ആഴ്ചത്തെ ഒരേ ഒരു മേജർ റിലീസാണ് ഈ സിനിമ. 2 മണിക്കൂർ 1 മിനിറ്റാണ് ഡ്യൂറേഷൻ. പെർഫെക്റ്റ് ഡ്യൂറേഷനാണ്. ഒരു കോമഡി ഡ്രാമയാണ്. എനിക്ക് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമയാണ്. ഞാൻ ചില സിനിമകൾക്ക് മാത്രമേ ഇപ്പം വാട്സപ്പിലും ട്വിറ്ററിലും ഒക്കെ ഇൻ്റർവെല്ലിന് റിവ്യൂ ഇടത്തുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ മാത്രം, നെഗറ്റീവ് ആണെങ്കിൽ ഇടത്തില്ല, അത് മോശമാണ്. സിനിമ കഴിഞ്ഞിട്ടേ ഇടത്തുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇൻ്റർവെൽ ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ റിവ്യൂ ഇടത്തുള്ളൂ. ഇതിന് ഞാൻ അങ്ങനെ ഇട്ടു. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പക്ഷേ മിക്ക സിനിമ ഫസ്റ്റ് ഹാഫ് നന്നായ സെക്കൻഡ് ഹാഫ് മോശമാറുണ്ട്. ഇതെനിക്ക് അങ്ങനെ തോന്നലുണ്ടായിരുന്നു. ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് പാടുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് ഈക്വലി ഗുഡാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഈക്വലി ഗുഡാണ്. പിന്നെ ക്ലൈമാക്സ് അവസാനത്തെ ഒരു 20 മിനിറ്റ് കോമഡിയുടെ അതൊക്കെ മാറി നല്ലൊരു ഫീൽ ഗുഡ് രീതിയിൽ എൻഡും ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമയാണ്. ഇതിൻ്റെ ടൈറ്റിൽ ഭരതനാട്യം, ഞാൻ ആദ്യം കരുതി ഭാരതനാട്യം എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പിന്നെ മാറ്റി അതിൻ്റെ വള്ളി മാറ്റിക്കളഞ്ഞാന്നാണ്. കാരണം പണ്ട് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്തിട്ട് അതിലെ ഭാരത എടുത്ത് മാറ്റി ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് മാത്രം റിലീസ് ചെയ്തായിരുന്നു പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം കൊണ്ട് ഇവർ ഭാരതനാട്യം മാറ്റി ഭരതനാട്യമാക്കിയതാണ് കരുതിയത്. പക്ഷെ അതല്ല. ഇതിൽ സായികുമാറിൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ഭരതൻ. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ടൈറ്റിൽ തന്നെയാണ്. അല്ലാത്ത രീതിയിൽ ഓക്കെയാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് ഇതിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഫസ്റ്റ് തൊട്ട് ഒരു കാര്യമായിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു വെളിച്ചപ്പാടിനായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 രീതിയിലും ആപ്റ്റ് ടൈറ്റിലാണ് ഈ സിനിമയ്ക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫാമിലിയൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട് രസത്തിൽ കാണാൻ പറ്റുന്ന സിനിമയാണ്. ഞാനിപ്പോൾ മിക്ക സിനിമകളിൽ നിന്ന് ചെറിയ ബഡ്ജറ്റ് പടങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വീട്ടിൽ ഇരുന്ന് OTT വന്നു കഴിയുമ്പോൾ കണ്ടാൽ ഒരു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ തിയേറ്ററിൽ കാണാനുള്ള ഇല്ലെന്ന് പറയും. പക്ഷേ ഇതങ്ങനല്ല. തിയേറ്ററിൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് കാണാൻ വെർത്തായിട്ടുള്ള സിനിമയാണ്. കുറേ ചിരിക്കാനുണ്ട്, നല്ല ഫീൽ ഗുഡ് മൂമെൻറ്റ്സ് ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമയാണ്. എന്ന് വെച്ചാൽ ദ ബെസ്റ്റ് എന്നല്ല, പക്ഷേ എന്തുകൊണ്ടും ഒരു എബോവ് ആവറേജ് അല്ലെങ്കിൽ ഒരു ഗുഡ് വൺ ടൈം വാച്ച് ആയിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്.